ഹായ് ഫ്രണ്ട്സ്, ഐ എം ജസീല. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. വി നോ ഹൂ ഈസ് ആൻ ഓഡിറ്റർ. സിംപ്ലി ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹൂ കണ്ടക്ടിങ് ആൻ ഓഡിറ്റ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇന്ത്യയിലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സിനെ ഓഡിറ്റിംഗ് നടത്താൻ പറ്റുകയുള്ളൂ. ദ ഓഡിറ്റർ ഹാസ് ഇറ്റ്സ് ഓൺ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. In this video, I am discussing about the rights of auditor. The first right is right to access to books of accounts. Every auditor of a company has a right of access at all time to the books of accounts and vouchers of the company, whether kept at the head office of the company or elsewhere. ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും വൗച്ചേഴ്സും ഏത് സമയത്തും ആക്സസ് ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദ വൗച്ചേഴ്സ് മീൻസ് ഇറ്റ് ഈസ് എ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് ഫോർ ട്രാൻസാക്ഷൻ. കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കെപ്റ്റ് ചെയ്തിരിക്കുന്നത് കമ്പനീൻ്റെ ഹെഡ് ഓഫീസിലാണെന്നുണ്ടെങ്കിലും വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും അത് ഏത് സമയത്തും ഓഡിറ്റർക്ക് ആവശ്യമുള്ള സമയത്ത് അത് ആക്സസ് ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്ക് ഉണ്ട്. അത് ഇവരുടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. ദ നെക്സ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ദിസ് ഈസ് ദി അനദർ ഇമ്പോർട്ടൻറ്റ് പവർ ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ഓഡിറ്റർ. He has a right to obtain from the directors and officers of the company any information and explanation as he thinks necessary for the performance of his duties as an auditor. ഒരു ഓഡിറ്റർ എന്ന നിലയ്ക്ക് ഓഡിറ്റർക്ക് അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും കമ്പനീൻ്റെ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഡയറക്ടേഴ്സിൽ നിന്നോ ഓഫീസേഴ്സിൽ നിന്നോ ഒബ്റ്റെയിൻ ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. ഇറ്റ് ഈസ് ദി റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ. ദി നെക്സ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. The auditor is required to make a report to the members of the company on the accounts examined by him. For this, it is the duty of the directors to prepare the accounts. കമ്പനിയിലെ അക്കൗണ്ട്സ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും ഒക്കെ എക്സാം ചെയ്ത് കണ്ട് ഓഡിറ്റർ കമ്പനിയിലെ മെമ്പേഴ്സിന് ഒരു ഓഡിറ്റിംഗ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂട്ടി ഡയറക്ടേഴ്സിനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും റോങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റേഴ്സിനുണ്ട്. ഡയറക്ടേഴ്സ് അമെൻഡ് ചെയ്ത അക്കൗണ്ടിങ് സിസ്റ്റം തെറ്റാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് അത് അഡ്വൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അങ്ങനെ ഓഡിറ്ററുടെ സജഷൻസ് ഡയറക്ടേഴ്സ് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനീൻ്റെ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ റെഫർ ചെയ്യാനുള്ള റൈറ്റും ആർക്കുണ്ട്? ഓഡിറ്റേഴ്സിന് ഉണ്ട്. ദ നെക്സ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. According to section 228, if a company has a branch office, the accounts of the office shall be audited by the company's auditor appointed under section 224 or by a person qualified for appointment as auditor of a company under section 226. ഇൻ സിംപ്ലി ഒരു കമ്പനി ഒരുപാട് ബ്രാഞ്ചസ് അണ്ടർടേക്കൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ആ ബ്രാഞ്ചസൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മറ്റുള്ള ബ്രാഞ്ചസൊന്നും ഓഡിറ്റ് ചെയ്യാൻ വേറെ സെപ്പറേറ്റ് അക്കൗണ്ട് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആ ബ്രാഞ്ചസൊന്നും ഓഡിറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഓഡിറ്റർക്ക് ആ കമ്പനിയുടെ മറ്റുള്ള ബ്രാഞ്ചസ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഫിഫ്ത്ത് റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഹാവ് ലീഗൽ ആൻഡ് ടെക്നിക്കൽ അഡ്വൈസ്. The auditor has a right to take legal or technical advice about the performance of his work, but he should give his own opinion in the audit report, not that the expert.
അതായത് ടെക്നിക്കൽ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഓഡിറ്റർക്ക് കോൺഫ്ലിക്റ്റോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്തിട്ട് അഡ്വൈസസ് എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്തിട്ടുള്ള എന്നിട്ട് അഡ്വൈസ് കേട്ടിട്ടുള്ള ഓഡിറ്ററുടെ ഒപ്പീനിയനാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ എഴുതേണ്ടത്. അല്ലാതെ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ അല്ല, മറിച്ച് ഓഡിറ്ററുടെ അഡ്വൈസ് കേട്ടിട്ടുള്ള ഓഡിറ്ററുടെ ഒപ്പീനിയനാണ് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ടു ബീങ് ഇൻഡെംനിഫൈഡ്. The auditor has a right to be indemnified out of the asset of a company for all the legitimate expense incurred by him in defending a lawsuit filed against him or any civil or criminal proceedings by the company. It comes under section 633. ഇൻഡെംനിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഡാമേജസ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഓഡിറ്റർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ഈ റൈറ്റ് പ്രസ്താവിക്കുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു ആസ്ക് ഫോർ റെമ്യൂണറേഷൻ. The auditor has a right to ask for the remuneration after completing the audit work of the company. In the case of his dismissal after his appointment to, he is entitled to his fees. അതായത് ഓഡിറ്റർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ അയാളുടെ റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാൾ ഡിസ്മിസ് ചെയ്താൽ അയാൾ ചെയ്ത വർക്കിനുള്ള റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. 8th point is right to receive notice and other communications relating to general meeting. Under section 231, an auditor of a company has a right to receive notice and other communication relating to general meeting in the same way as a member of a company. It is not necessary that the accounts of the company are to be discussed in these meetings. He can attend every meeting of the shareholders. കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് കൊടുക്കുന്നത് പോലെ തന്നെ ഓഡിറ്റർക്ക് നോട്ടീസ് റിസീവ് ചെയ്യാനും ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. അതിപ്പോൾ ജനറൽ മീറ്റിംഗ് കമ്പനീൻ്റെ അക്കൗണ്ട്സിനെ കുറിച്ച് പറയാനല്ല ഉണ്ടാക്കിയിട്ടുള്ളതെന്നുണ്ടെങ്കിലും കമ്പനിയുടെ എല്ലാ ജനറൽ മീറ്റിങ്ങിലും, അത് ഷെയർ ഹോൾഡേഴ്സ് പങ്കെടുക്കുന്ന എല്ലാ ജനറൽ മീറ്റിങ്ങിലും ഓഡിറ്റർക്കും പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് റൈറ്റ് ടു signature on audit report. Under section 229, only the person appointed as auditor of a company or where a firm is appointed may sign in the auditor's report or sign or authenticate by the auditor. അതായത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് സൈൻ ചെയ്യാനുള്ള റൈറ്റ് ഓഡിറ്റർക്കാണ്. ചില കേസസിൽ എക്സംഷൻസ് ഉണ്ട്, എന്നാലും മോസ്റ്റ് ഓഫ് ദി കേസസ് അത് ഓഡിറ്റർ തന്നെയാണ് സൈൻ ചെയ്യുന്നത്. ദീസ് ആർ ദി റൈറ്റ്സ് ഓഫ് ദി ഓഡിറ്റർ. That's all about my topic, and then thank you.